കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയ സഹോദരി, പ്രിയ ജോളിമാമ കഴിഞ്ഞ ദിവസം താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. വേർപാട് ദുഃഖമുളവാക്കുന്നതാണ്. ഞങ്ങൾക്ക് വളരെ ദുഃഖവും വേദനയുമുണ്ട്. എന്നാൽ പ്രിയ സഹോദരി കഴിഞ്ഞ ചില വർഷങ്ങളായി, ചില നാളുകളായി ശാരീരികമായി വളരെ വേദനയിലൂടെ, ദുഃഖത്തിലൂടെ, ഭാരത്തിലൂടെ ഒക്കെ കടന്നു പോവുകയായിരുന്നു. എന്നാൽ ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ഇമ്പങ്ങളുടെ പ്രദേശത്തിലേക്ക് വിളിച്ചു ചേർക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. മനുഷ്യമായിട്ട് ദുഃഖമുണ്ടെങ്കിൽ തന്നെയും കർത്താവിൻ്റെ സന്നിധി പിന്നെയും കാണാമെന്നുള്ള വലിയ പ്രത്യാശ കർത്താവ് ഞങ്ങളുടെ ഉള്ളിലെ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ സുരക്ഷിതമായി സ്വീകരിപ്പാൻ, കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിപ്പാൻ, അന്ത്യത്തോളം വിശ്വാസത്തിന് വേണ്ടി നിൽപ്പാൻ കൊണ്ടും പ്രിയ സഹോദരിയെ കർത്താവ് സഹായിച്ചു. നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് ആ ധൈര്യത്തോടെ പറയുവാൻ കഴിയും. കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന വലിയ പ്രത്യാശിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കർത്താവിന്റെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ച എല്ലാ വിശുദ്ധന്മാരും ഉയർക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ സഹോദരിയും ഉയർത്തെഴുന്നേൽക്കും. ആ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ പിന്നെയും പ്രിയ സഹോദരിയെ കാണാവുന്ന വലിയ പ്രത്യാശ ഞങ്ങളെ ഭരിക്കുന്നു. ദുഃഖത്തിന്റെ മേലാ പ്രത്യാശ കൊണ്ട് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രത്യേക സാഹചര്യത്തിലെ വിദേശ രാജ്യത്തായിരിക്കുന്നു, കടന്നു വരുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുന്നു. കടന്നു വന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് വഴിയാതെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ കടന്നു വരുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ വഹിക്കുമല്ലോ. ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ പിന്നെയും നിങ്ങളെ പ്രാർത്ഥനയുടെ കരങ്ങളിലെ വഹിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 116-15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോളിമാമയുടെ പെട്ടെന്നുള്ള വേർപാടിൽ അടിയങ്ങൾക്ക് അതിയായ ദുഃഖവും പ്രയാസവും ഉണ്ടായി. കഴിഞ്ഞ മെയ് മാസം 9 തൻ്റെ ഭവനത്തിൽ ചെന്ന് അല്പനേരം തന്നോടൊപ്പമായിരിക്കാനും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അടിയങ്ങൾ കടന്നു വന്നു. ഇത്ര പെട്ടെന്ന് താൻ കടന്നു പോകുന്ന അടിയങ്ങൾ ചിന്തിച്ചില്ല. എങ്കിലും കർത്താവിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തെ നിറവേറ്റി തനിക്ക് വേണ്ടി വെച്ചിരുന്ന ആ അവകാശത്തിലേക്ക് തന്നെ ചേർത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ണുനീരും ദുഃഖവും പ്രയാസവും ഇല്ലാത്ത ദേശത്തിലേക്ക് തൻ്റെ ദാസിയെയും കർത്താവിൻ്റെ സമയമായപ്പോൾ ചേർത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന നിസമോളെയും കുടുംബത്തെയും, നിപുനെയും കുടുംബത്തെയും, സഹോദരങ്ങളെയും, ബന്ധുമിത്രാദികളെയും, ചാർച്ചക്കാരേവരെയും സർവാശ്വാസത്തിൻ്റെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു കടന്നുപോക്കുണ്ടല്ലോ. അടിയങ്ങളും പ്രത്യാശയോടെ ജീവിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ആ സമയത്ത് കടന്നു പോകാൻ അടിയങ്ങളും ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ തക്കണം കർത്താവ് സഹായിക്കണം. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇളയ വാക്കുകളെ ചുരുക്കുന്നു. രാജു മത്തായി ആൻഡ് ഫാമിലി, ദുബായ്, ഞങ്ങളുടെ മകൾ ജൂബിയും കുടുംബവും അവരുടെയും അനുശോചനവും ദുഃഖവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഏവരെയും ആശ്വസിപ്പിക്കട്ടെ.